പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യ സംരക്ഷണത്തിൽ ഈ ദിവസങ്ങളിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനും യോസേപ്പ് പിതാവിൻ്റെ സുഹൃതങ്ങളും പുണ്യങ്ങളും സ്വന്തമാക്കുവാനും യോസേപ്പ് പിതാവാകുന്ന ദിവ്യരഹസ്യത്തിൻ്റെ മാതൃക മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ആ പിതാവിൻ്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്വന്തമായി തീരുവാനും ആ സംരക്ഷണത്തിലും വളർത്തലിലും ആയിരിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ വലിയ പ്രതിഷ്ഠയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ആയിരിക്കുവാനും അങ്ങയുടെ വലിയ ശക്തിയും അഭിഷേകവും സ്വന്തമാക്കുവാനും അങ്ങയുടെ മക്കൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ നിയോഗങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ ഓ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് തിരുക്കുടുംബത്തിൻ്റെ വലിയ സാന്നിധ്യ കൃപയുടെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇതാ സമർപ്പിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ ആത്മീയ പിതാവായ യോസേപ്പ് പിതാവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം, അങ്ങയുടെ വലിയ ശക്തി ഞങ്ങളെയും ബലപ്പെടുത്തട്ടെ. ഞങ്ങളെ ഈശോയിലേക്ക് വളർത്തണമേ. അതിനായിട്ട് ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യോസേപ്പ് പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും നിറസാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടെ വലിയ സ്നേഹത്തോടെ വിശുദ്ധ യോസേപ്പ് പിതാവിനോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് സ്വർഗത്തിൻ്റെ നിറസാന്നിധ്യത്തിലായിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തി അവിടുത്തെ കരബലത്തിൻ്റെ ശക്തിയോടെ അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ ഒരു സന്തോഷവും ആ ഒരു ബന്ധവും ആ ഒരു സ്വർഗ ചൈതന്യവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അവരിലും അവയിലും നിറയപ്പെടുന്നത് അതിശക്തമായിട്ട് അനുഭവിക്കുവാൻ നമുക്കിടയാകുന്നുണ്ടില്ലേ? നമുക്ക് അതിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ 22-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് യോസേപ്പ് പിതാവിനെ കുറിച്ച് ധ്യാനിക്കുന്ന വിഷയം ഏറ്റവും വിവേകമതിയായ യോസേപ്പ് പിതാവേ, ഏറ്റവും വിവേകമതി. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് ഈ വിവേകം എന്ന് പറയുന്ന വലിയ പുണ്യം. നമ്മുടെ ജീവിതത്തിൽ 4 മൗലിക പുണ്യങ്ങളുണ്ട്. കാർഡിനൽ വെർച്യൂസ് എന്ന് പറയും. ഈ പുണ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ പുണ്യങ്ങൾ നമ്മിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ദൈവികമായ ചൈതന്യത്തിൽ മുന്നോട്ട് പോകുവാൻ ഇടയാകും. എന്തൊക്കെയാണത്? വിവേകം, നീതി, മനസ്ഥൈര്യം, സംയമനം. ഇതാണ് 4 മൗലികമായ പുണ്യങ്ങൾ. അതായത് വിവേകം, നീതി പുണ്യമാണ്. മനസ്ഥൈര്യം, എന്തൊക്കെ ഉണ്ടായാലും ഒരു മനസ്സിൻ്റെ സ്ഥൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു സംയമനം, പെട്ടെന്ന് ചാടിക്കേറി ബഹളം വെച്ച് അല്ലെങ്കിൽ ആകെപ്പാടെ തകർന്നു പോകുന്നതൊന്നുമില്ല.
ഒരു ശാന്തതയിൽ സംയമനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പുണ്യം. ഈ 4 പുണ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് വിവേകം, പ്രൂഡൻസ്, അതാണ് പ്രിൻസിപ്പൽ വെർച്യു. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിൻസിപ്പൽ, ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ പോലെ ഈ പുണ്യങ്ങളിലെ പ്രിൻസിപ്പൽ വെർച്യു പുണ്യമാണ് വിവേകം. വിവേകമുണ്ടെങ്കിൽ ബാക്കി എല്ലാ പുണ്യങ്ങളും, നീതിയും മനസ്ഥൈര്യവും സംയമനവും അതിനാൽ തന്നെ കടന്നു വരും. അപ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന വലിയ പുണ്യമാണ് വിവേകം. നമ്മുടെ യൗസേപ്പ് പിതാവ് ഏറ്റവും വലിയ വിവേകമുള്ള വിശുദ്ധനാണ്. എല്ലാ പുണ്യവാന്മാരും വിവേകമതികളാണ്. പക്ഷെ അവരിലെല്ലാം വെച്ച് ദ മോസ്റ്റ് പ്രൂഡൻ ജോസഫ്, മോസ്റ്റ് പ്രൂഡൻ, ഏറ്റവും വലിയ വിവേകമുള്ള വിശുദ്ധനാണ് യൗസേപ്പ് പിതാവ്. ഇനി എന്താണ് വിവേകം എന്ന് പറഞ്ഞാൽ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1806 വിവേകത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വായിച്ചു കേൾക്കാം. വിവേകം എന്നത് ഓരോ സാഹചര്യത്തിലും നമ്മുടെ യഥാർത്ഥ നന്മയെ തിരിച്ചറിയുവാനും അത് പ്രാപിക്കുന്നതിനു വേണ്ടി ശരിയായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാനും നമ്മുടെ പ്രായോഗിക ബുദ്ധിയെ സജ്ജീകരിക്കുന്ന സുഹൃതമാണ്. എന്താണ്? ഓരോ സാഹചര്യങ്ങൾ, ജീവിതത്തിൽ പല പല സാഹചര്യങ്ങൾ കടന്നു വരും. ആ സമയത്ത് നമ്മുടെ യഥാർത്ഥ നന്മയെ തിരിച്ചറിയണം. അത് പ്രാപിക്കുന്നതിന് വേണ്ടി ശരിയായ മാർഗങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന വലിയ സുഹൃതമാണ്. എന്തൊക്കെയാണ്? സാഹചര്യം, മാത്രമല്ല നന്മ, തിരഞ്ഞെടുപ്പ്. അതായത് സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പല പല സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ സാഹചര്യങ്ങളിൽ പല പല അവസ്ഥകൾ വരും. അതിൽ നിന്ന് നന്മയെ നമുക്ക് മനസ്സിലാക്കി അതിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. അതിന് എന്തു വേണം? ഈ വിവേകം എന്ന പുണ്യം നമുക്ക് വേണം. ഇതാണ് വിവേകം. വിവേകം എന്ന പുണ്യം നമ്മളില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആകപ്പാടെ ഒരു താല്പര്യമില്ലാത്തവരായിട്ട് മാറും. ഒരു വശത്ത് അല്ലെങ്കിൽ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ മറുവശത്ത് പെട്ടെന്ന് പ്രതികരിക്കും, എടുത്തു ചാടും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊക്കെ പറയാറില്ലേ, കുറച്ച് വിവേകത്തോടു കൂടി ചിന്തിക്കുക, അല്പം ഒന്ന് ശാന്തമായിട്ട് കാര്യകാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, വിവേകം നമുക്ക് ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ദൈവമക്കളായിട്ട് ജീവിക്കുമ്പോൾ പല പല സാഹചര്യങ്ങൾ, പല പല അനുഭവങ്ങൾ, പല പല പ്രശ്നങ്ങൾ, പല പല തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും. ഇവിടെയൊക്കെ വിവേകത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കണം. ആ ഒരു പുണ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ പുണ്യത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. വിവേകത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അതൊരു കടിഞ്ഞാൻ പോലെയാണ്. നിർത്തേണ്ടടുത്ത് നിർത്താനും നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കേണ്ട പോലെ നിയന്ത്രിക്കാനും ഒരുവനെ ശക്തിപ്പെടുത്തുന്ന വലിയ അനുഗ്രഹമാണത്. രാജാക്കന്മാരെ, നേതാക്കന്മാരെ, കുടുംബനാഥന്മാരെ, അഭിഷിക്തരെ എല്ലാവരെയും പ്രത്യേകമായ വിധത്തിൽ നയിക്കേണ്ട, നിയന്ത്രിക്കേണ്ട വലിയ ഒരു പുണ്യമാണ് വിവേകം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യൗസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിൻ്റെ രാജാവ്, നമ്മുടെ ആത്മീയ പിതാവ്, പരിശുദ്ധ അമ്മയുടെ ഭർത്താവ്, ഈ നിലകളിലൊക്കെ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ വിവേകത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത ഒരു മഹാവിശുദ്ധനാണ്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി കാത്തിരുന്ന് ശാന്തതയോടെ, എടുത്തു ചാടാതെ, വലിയ സമചിത്തതയിൽ, സംയമനത്തിൽ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് അതിനനുസരിച്ച് തീരുമാനമെടുത്ത് ജീവിതത്തെ നയിച്ച ശക്തനായ വിശുദ്ധനാണ് ഏറ്റവും വിവേകമതിയായ യൗസേപ്പ് പിതാവ്. വിവേകമെന്ന പുണ്യത്തെ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് മാനുഷികമായ വിവേകം, രണ്ട് ദൈവികമായ വിവേകം. മാനുഷികമായ വിവേകം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകളെ ഒഴിവാക്കി, വേദനകളെ ഇല്ലാതാക്കി, പ്രതിസന്ധികളിൽ എത്രമാത്രം കഷ്ടപ്പാട് ഒഴിവാക്കാമോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ശാന്തമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വിവേകത്തോടെയുള്ള തീരുമാനം. ചിലപ്പോൾ അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യും, കണ്ടില്ലെന്ന് നടിക്കും, അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ ചില കോംപ്രമൈസ് ഒക്കെ ചെയ്തെടുക്കും. അങ്ങനെ മാനുഷികമായിട്ട് വേദന ഏറ്റെടുക്കാൻ പറ്റത്തില്ല, സഹനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റത്തില്ല, കുരിശേറ്റെടുക്കാൻ പറ്റില്ല. എനിക്ക് പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കട്ടെ, ആ രീതിയിൽ ചില വിവേകം. ചില പറയും അവനെ ഭയങ്കര വിവേക, അവനറിയാം. അപ്പോൾ
ആ രീതിയിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു വിവേകമാണ് മാനുഷികമായ വിവേകം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവികമായ വിവേകമുണ്ട്. ആ വിവേകം എന്ന് പറഞ്ഞാൽ സഹനങ്ങളിലൂടെയും കുരിശുകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും അതിനുശേഷം വരുന്ന കൃപകളെ കണ്ട്, നന്മകളെ കണ്ട്, ആ സഹനങ്ങളെ, വേദനകളെ സന്തോഷപൂർവം ദൈവസ്നേഹത്തെ പ്രതി, സഹോദര സ്നേഹത്തെ പ്രതി, നന്മയ്ക്ക് വേണ്ടി, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തമാക്കുന്ന, അതിനെ സ്വീകരിക്കുന്ന, അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്ന വിവേകം. അതാണ് ദൈവികമായ വിവേകം. ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പഴയ നിയമത്തിലെ ജോസഫ്. പഴയ നിയമത്തിലെ ജോസഫിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോസഫിനോട് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ പ്രവൃത്തികൾ സഹോദരന്മാര് ജോസഫിനോട് ചെയ്തു. ചരിത്രം നമുക്കറിയാം. അവസാനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് കഴുത്തിലും കാലിലുമൊക്കെ ചങ്ങലക്കിട്ട് ഒരു അടിമയെ പോലെ ഈ ജോസഫിനെ ഈ അടിമത്തത്തില് യജമാനന്മാരും ഈജിപ്തുകാരും പെരുമാറുന്നുണ്ട്. പിന്നീട് സ്വപ്നത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ദൈവം അദ്ദേഹത്തെ ഉയർത്തി ഈജിപ്തിന്റെ അധിപനായി വലിയ അപ്പം നൽകുന്നവനായിട്ട് മാറി. ആ വലിയ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ഈ വേദനിപ്പിച്ച ഈ സഹോദരന്മാര് ജോസഫിന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ജോസഫ്, വിവേകമുള്ള ജോസഫ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് തിന്മ പ്രവർത്തിച്ചു, എന്നാൽ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഈ സഹനങ്ങളില്, ഈ വേദനകളില്, ഇത്രമാത്രം കഷ്ടപ്പാടുകളില്, ഈ ചതിയും വഞ്ചനയും അടിമത്തത്തിലുമൊക്കെ തന്നെ വിട്ടതിന്റെ പിന്നില് വിവേകമുള്ള ജോസഫിന് എന്ത് കാണാൻ പറ്റി? ദൈവത്തിന്റെ പദ്ധതി. നിങ്ങൾ എന്നോട് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. അത് ആർക്കെ സാധിക്കൂ? ദൈവികമായ വിവേകമുള്ളവനെ കഴിയും. നമ്മളാണെങ്കിലോ പല രീതിയിൽ, ചിലപ്പോ ഈ സംഭവങ്ങളൊക്കെയാണ് ഇങ്ങനെ ഇവനെ ആക്കിയേ. അടിമയായിട്ട് വിറ്റില്ലെങ്കിലോ ഇങ്ങനെ. ഇന്ന് അങ്ങനെയാ. പല മക്കളും പലതും ആയതിന്റെ പിന്നിൽ, പല മക്കളും പല സ്ഥാനത്ത് എത്തിയതിന്റെ പിന്നിൽ ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ ചില എതിർപ്പുകള്, മറ്റുള്ളവർ ഉണ്ടാക്കിയ ചില മുറിവുകള്, കഴിഞ്ഞ കാലങ്ങളിലെ ചില വേദനാജനകമായ അനുഭവങ്ങള്, തിരസ്കരണങ്ങളൊക്കെ ഉണ്ടായിക്കാണാം. എന്നിട്ടൊരു സ്ഥാനത്തെത്തി കഴിയുമ്പോൾ അവനെന്ന് അത് ചെയ്തു, അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തു, ഭർത്താവിനോട് ഇങ്ങനെ ചെയ്തു, സഹോദരന്മാർ ഇങ്ങനെ ചെയ്തു, എന്നാലും ഞാൻ വലുതായി. അതിന്റെ പേരിൽ അഹങ്കരിച്ച് അവരെ അവസരം കിട്ടുമ്പോൾ, സാഹചര്യം കിട്ടുമ്പോൾ ഉപദ്രവിക്കാനോ അവർക്കെതിരെ പ്രതികാരം ചെയ്യാനോ എടുക്കുന്ന തീരുമാനം വിവേകരഹിതമാണ്. വിവേകമില്ല. ഇതാണ് ദൈവികമായ വിവേകം. അത് ജോസഫിനുണ്ടായിരുന്നു. മാനുഷികമായ വിവേകമാണെങ്കിലോ അവരെ കഴുത്തിന് പിടിച്ചിട്ട്, എടാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് മാനുഷികമായ വിവേകത്തിൽ ചിലപ്പോൾ ജോസഫിന് ചെയ്യാനിടയായനെ. പക്ഷേ ജോസഫിനെ നയിച്ചത് ദൈവികമായ വിവേകമാണ്. അതോടൊപ്പം തന്നെ ഈശോയുടെ ശരിക്കും ഈ വിവേകത്തിന്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കുന്നത് കുരിശിലാണ്. ഈശോയ്ക്ക് മാനുഷികമായ വിവേകത്തിൽ ജീവിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കുരിശുമരണം ഒഴിവാക്കാമായിരുന്നു. എന്തെല്ലാം വഴികളുണ്ടായിരുന്നു ഈശോയ്ക്ക് കുരിശുമരണം രക്ഷപ്പെടാനായിട്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിലൂടെയാണ്, ഈ കുരിശിലൂടെയാണ്, ഈ മുറിവുകളിലൂടെയാണ്, ഈ രക്തം ചിന്തലിലൂടെയാണ്, ഈ മരണത്തിലൂടെയാണ് എൻ്റെ മക്കൾക്ക് രക്ഷ കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ, ജീവൻ നൽകാൻ പറ്റത്തുള്ളൂ, പാപത്തിൽ നിന്ന് മോചനമുള്ളൂ. അതുകൊണ്ട് ദൈവികമായ വിവേകത്തിൽ കുരിശിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് അവൻ തന്നെ സ്വയം സമർപ്പിച്ചു. എന്തിന്? കുരിശു മരണത്തിനും അതിദാരുണമായ പീഡാസഹനങ്ങൾക്കും ഈശോ സമർപ്പിച്ചു. അതാണ് ശരിയായ വിവേകം. അവിടെ ആരോടും പരാതിയില്ല, അവിടെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അവിടെ ആരെയും ശപിക്കുന്നില്ല, കുരിശിൽ കിടന്ന് ശാപവാക്കുകളില്ല. പിന്നെയോ സമാധാനത്തിൽ അവരോട് ക്ഷമിച്ച്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ, അവരോട് ക്ഷമിച്ച്, അവരെ സ്നേഹിച്ച്, അവരെ ചേർത്ത് പിടിച്ച്, അവർക്ക് വേണ്ടി വിരുന്നൊരുക്കി, അവർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച്, അവർക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്നേഹിക്കുന്ന ആ വലിയ ദൈവികമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വിവേകം എന്ന പുണ്യം. നമ്മുടെ യോസേപ്പ് പിതാവ് ഈ ദൈവികമായ രഹസ്യമാകുന്ന ഈ പുണ്യത്താൽ നിറയപ്പെട്ട ഒരു മഹാവിശുദ്ധനാണ്. നമുക്കറിയാം, ഈ യോസേപ്പ് പിതാവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികൾ, ഒത്തിരിയേറെ പ്രതികൂലങ്ങൾ, മാതാവിന്റെ ഗർഭധാരണം, അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾ,
അവിടെയൊക്കെ യോസേപ്പ് പിതാവ് ചാടിക്കേറി എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല. അതിനെയൊക്കെ ശാന്തതയോടെ സമചിത്തതയോടെ പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റുള്ളവന് എന്താണ് പറയാനുള്ളത്, എന്തുകൊണ്ട് അവനും അവളും ഇങ്ങനെയായിട്ട് മാറി, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പഠിച്ച് അതോടൊപ്പം തന്നെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ. അതിനെയാ പറയുന്ന വിവേകമതിയായ മനുഷ്യൻ. ഒറ്റ വികാരത്തിന് അപ്പം തന്നെ പ്രതികാരം ചെയ്ത്, ഇതൊക്കെയാണ് നമ്മൾ ലോകത്ത് കാണുന്നത് സിനിമകൾ. ഇങ്ങോട്ട് പടുതു അങ്ങോട്ട് പടും, പ്രതികാരം, കൊലപാതകം, ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ, ഇതൊക്കെ ചെയ്യുന്ന വിവേകമില്ലാത്ത മാനുഷികമായ ചില വിവേകത്തിന്റെ അടിമത്തത്തിൽ അവിടെ പിശാചിന്റെ പ്രവൃത്തികൾ സംഭവിക്കുക. എന്നാ പ്രിയപ്പെട്ടവരെ, ദൈവികമായ വിവേകം നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ചില സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. ചില വേദനകൾ കടന്നു വന്നേക്കാം. ചില സഹനങ്ങൾ അപ്രതീക്ഷിതമായിട്ടും മനുഷ്യദൃഷ്ടിയിൽ ഒട്ടും ന്യായമല്ലാത്തതുമായിട്ട് കടന്നു വന്നേക്കാം. സ്വത്തിൻ്റെ പേരിലോ ചില സംഭവങ്ങളുടെ പേരിലോ എന്തുമാകട്ടെ പല രീതി വരാം. അതിൻ്റെ പേരിൽ വഴക്ക് പിടിച്ച് സഹോദരന്മാർ തമ്മിൽ ശത്രുത, മാതാപിതാക്കൾ തമ്മിൽ ശത്രുത, അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ശത്രുത, വാശി, പ്രതികാര ചിന്ത. പ്രിയപ്പെട്ടവരെ, ശരിക്കും വിവേകമുള്ള മക്കള് ദൈവസ്നേഹത്തെ പ്രതി, പരസ്നേഹത്തെ പ്രതി, സഹോദര സ്നേഹത്തെ പ്രതി അത് ക്ഷമിക്കും, അതിനെ സ്വീകരിക്കും. ആ സഹനത്തിൻ്റെ ചൈതന്യത്തിൽ നിന്ന് കുരിശിലൂടെ സഹനത്തിലൂടെ കടന്നു വരുന്ന രക്ഷയുടെ ആ മഹത്വം രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കുവാനും അതിനെ സ്വന്തമാക്കുവാനും അതിലൂടെ ഒത്തിരി നന്മയും ഒത്തിരി കൃപയും ഒത്തിരി അഭിഷേകവും അനേക മക്കളിലേക്ക് എത്തിക്കുവാനുമുള്ള ദൈവികമായ വിവേകത്താൽ നയിക്കപ്പെടും. നമ്മുടെ യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, മാനുഷികമായ വിവേകമുള്ള ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യും. ഉറക്കത്തിൽ കിട്ടി തോന്നില്ല, കുഞ്ഞിനെയും അമ്മയും എടുത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്യും. യോസേപ്പ് പിതാവിന് പല ചോദ്യങ്ങളും ചോദിക്കാം. ദൈവത്തിൻ്റെ കുഞ്ഞ്, ഏത് ശത്രു, ആര്, നോ. പക്ഷേ ഒരു മാനുഷികമായ വിവേകമോ മാനുഷികമായ ബുദ്ധിശക്തിയോ ഒന്നുമല്ല യോസേപ്പ് പിതാവ് ഉപയോഗിച്ചത്. പിന്നെയോ ദൈവികമായ വിവേകം, ദൈവം നൽകിയ ഒരു തിരിച്ചറിവ്, ദൈവിക ജ്ഞാനം. അതിൽ നിന്ന് ഈ മനുഷ്യനും ഈ യോസേപ്പ് പിതാവ് ദൈവപുത്രനെയും ദൈവമാതാവിനെയും വഹിച്ചുകൊണ്ടെന്ന പോലെ ഈജിപ്തിലേക്ക് ഒളിച്ചോടിപ്പോകുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. അതാണ് വിവേകമതിയായ യോസേപ്പ് പിതാവ്. അവിടെ മാനുഷികമായ വിവേകമല്ല, പിന്നെയോ ദൈവികമായ വിവേകത്താൽ നയിക്കപ്പെട്ട നിയന്ത്രിക്കപ്പെട്ട നമ്മുടെ ആത്മീയമായ പിതാവാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. അതോടൊപ്പം തന്നെ ഓർത്ത് നോക്കിക്കേ, വലിയ കാര്യത്തിൽ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും കൂടി ദേവാലയത്തിലേക്ക് ചെന്നേക്കാം. ആ സമയത്താണ് ശെമയോൻ പുരോഹിതൻ ഈശോയെ കയ്യിലെടുത്തോണ്ട് പറയാണ്, ഇവനൊരു വിവാദ വിഷയമായിരിക്കും, അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും ഇവൻ കാരണമാകും. എന്നോർത്തേക്ക്, നിങ്ങളുടെ കൊച്ചിനെ കൊണ്ട് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ പുരോഹിതൻ ആ കുഞ്ഞിനെ എടുത്തിട്ട് പറയാണ്, ഇവനൊരു വിവാദ വിഷയമായിരിക്കും, ഇവൻ അനേകരുടെ വീഴ്ചയ്ക്ക് കാരണമാകും. മാത്രമല്ല മാതാവിനോട് പറയാ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറും. ഒരപ്പനായ നീ, ഒരു ഭർത്താവായ നീ, ഈ പുരോഹിതൻ ഇങ്ങനെ ഇന്ന് പറഞ്ഞാൽ നീ എന്തു പറയും? നീ എന്തു പറയും? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് യോസേപ്പ് പിതാവിൻ്റെ മഹത്വം. ശാന്തതയിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വിവേകമെന്ന വരത്തിൻ്റെ പിൻബലത്തിൽ, ദൈവികമായ വരത്തിൻ്റെ ചൈതന്യത്തിൽ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അത് സ്വീകരിച്ച് അതിനുവേണ്ടി ദൈവത്തിന് തന്നെ സമർപ്പിച്ച നിശബ്ദനായ വിവേകമതിയായ യോസേപ്പ് പിതാവ്. ഇന്നത്തെ കാരണവന്മാരാണെങ്കിൽ അച്ഛനായിട്ട് നോക്കിയാൽ മതി, എൻ്റെ കൊച്ചിനെ നോക്കാൻ എനിക്കറിയാം, പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ അപ്പം പ്രതികരിക്കും. അതാണ് മാനുഷികമായ വിവേകം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ എടുത്തു ചാട്ടക്കാരാണ്. പക്ഷെ ഒന്ന് മറിച്ച് ദൈവികമായി ചിന്തിക്കുമ്പോൾ ഓരോ സംഭവം, ഇന്ന് സഭയിൽ നടക്കുന്ന സംഭവങ്ങൾ, കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ പിള്ളേര് ദൈവത്തെ വിട്ട്, സഭയും വിട്ട്, കൂദാശയും വിട്ട്, പാരമ്പര്യം വിട്ട്
ഒരു അന്യമതസ്ഥന്റെ പിന്നാലെ മാതാപിതാക്കളെ കണ്ണീര് വീഴ്ത്തിയിട്ട് അവരെ ദുഃഖിപ്പിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇന്ന് അപ്പനും അമ്മയ്ക്കൊന്നും റോളില്ല. 10, 20, 20, 21, 26 വർഷം തീറ്റിപ്പൊറ്റി വളർത്തിയിട്ട് അപ്പനും അമ്മയ്ക്കും യാതൊരു റോളില്ലാത്ത വിധം പിഴുതു കളയുമ്പോൾ ഈ മക്കളെ നയിക്കുന്ന വിവേകം എന്താണ്? അതാണ് മാനുഷികമായ വിവേകം. പ്രിയപ്പെട്ടവരെ, ദൈവികമായ വിവേകം ഉണ്ടാകണമെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കണം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നമ്മുടെ കൂടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ദൈവത്തോട് ചോദിച്ച് ശാന്തതയിൽ വരും വരായികകൾ എന്തൊക്കെ സംഭവിക്കും? ഒരാണും പെണ്ണും തമ്മിൽ കണ്ടുമുട്ടി ജീവിക്കാൻ സാധിക്കുന്ന ജീവിതമല്ല വിവാഹ ജീവിതം. അതിന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വേണം. കുടുംബത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ, കൂദാശയുടെ, വലിയ സഹോദര ബന്ധത്തിൻ്റെ, ഒത്തിരിയേറെ ദൈവികമായ വിവേകത്തിൻ്റെ അടിസ്ഥാനം വേണം. അതില്ലാതെ പോയാൽ ഈ ജീവിതം നശിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കാൻ പറ്റാത്ത വിധം മാനുഷികമായ ചില കാഴ്ചപ്പാടുകളും ചില കാര്യകാരണങ്ങളും ഭൗതികവാദവും അതോടൊപ്പം തന്നെ ഈ ലോകത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ നിയമങ്ങളും കൊണ്ട് ഇന്ന് മാനുഷികമായ വിവേകത്തിൽ പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മെ, നമ്മുടെ കുടുംബത്തെ, പൗരോഹിത്യത്തെ, മക്കളെ, ജീവിതത്തെ നയിക്കേണ്ടത് ഈ യൗസേപ്പ് പിതാവിനെ നയിച്ച ദൈവികമായ വിവേകമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആത്മീയ പിതാവായ യൗസേപ്പ് പിതാവിനെ നയിച്ച ദൈവികമായ വിവേകം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഓരോ തീരുമാനങ്ങളും, ഇന്ന് ഡൈവോഴ്സ് നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ വിവാഹമോചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരുന്ന അനേകം മക്കള് ഈ യൗസേപ്പ് പിതാവിനെ കണ്ടുപിടിക്കണം. പ്രശ്നമുണ്ട്. പോരായ്മയില്ലാത്ത ആരുള്ള കുടുംബത്തിൽ, ജീവിതത്തിൽ മനുഷ്യനല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, അതിനേക്കാളേറെ ദൈവത്തോട് ചേർന്നിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ നയിക്കാനും അതിൽ അടിസ്ഥാനമിട്ട് വിവേകത്തോടെ തീരുമാനമെടുക്കാനും സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും സഭയിലും. പക്ഷെ ഈ വിവേകം എന്ന പുണ്യം വേണം. അതിന് യൗസേപ്പ് പിതാവിൻ്റെ മാതൃക സ്വന്തമാക്കണം. യൗസേപ്പ് പിതാവിനോട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. യൗസേപ്പ് പിതാവിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കണം. എന്നിട്ട് പറയണം, യൗസേപ്പ് പിതാവേ, അങ്ങയെ നയിച്ച ആ വിവേകമെന്ന പുണ്യം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും മക്കളിലും നിറയപ്പെടട്ടെ. അങ്ങയെപ്പോലെ ദൈവത്തിന് പ്രീതികരമായ ദൈവഹിത പ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും സഭയ്ക്കും അധികാരികൾക്കും കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ, വിവേകം നൽകണമേ എന്ന് പറഞ്ഞ് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ രാഷ്ട്രീയ അധികാരികൾക്ക് വേണ്ടി ഈ വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവികമായ വിവേകം, അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വിവേകം നഷ്ടപ്പെട്ടാൽ എടുത്തു ചാടി തീരുമാനമെടുക്കും, പ്രതികാരം ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, പല നിയമങ്ങളും പാസ്സാക്കും. ഇന്ന് വിവേകമെന്നുള്ള പുണ്യം നഷ്ടപ്പെട്ട ലോകത്തിൽ ഗർഭചിത്രങ്ങളും കൊലപാതകങ്ങളും ഗേ മാരേജും അതോടൊപ്പം തന്നെ തീവ്രവാദങ്ങളും അതിനോടനുബന്ധമായ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും രാഷ്ട്രീയമായ ചതിയും കുതുകാലുവെട്ടും എല്ലാം കൊണ്ടും കലുഷിതമായിരിക്കുന്ന ഈ ശപിക്കപ്പെട്ട പൈശാചിക ബന്ധനത്തിൽ അടിമപ്പെട്ടു പോയ ലോകത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ദൈവികമായ വിവേകമെന്ന പുണ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്, ആവശ്യകതയുണ്ട്. ആ വലിയ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്കിന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവ്, ഏറ്റവും വിവേകമതിയായ യൗസേപ്പ് പിതാവിനോട് ചേർന്ന് ഈ വിവേകമെന്ന പുണ്യം ലോകം മുഴുവനില്, നേതാക്കന്മാരില്, അധികാരികളില്, സഭയില്, മാർപ്പാപ്പ, കർദിനാൾമാർ, ബിഷപ്പുമാര്, വൈദികര്, സന്യസ്തര്, കുടുംബനാഥന്മാര്, നമ്മുടെ യുവമക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു ദൈവികമായ വിവേകമില്ലാതെ മാനുഷികമായ ഒരു ചിന്താഗതിക്കും കാര്യങ്ങൾക്കും കൂട്ടുകെട്ടിനും അടിമപ്പെട്ട് നശിച്ചു പോകുന്ന അനേകം ആയിരക്കണക്കിന് മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. വിവേകം എന്ന വലിയ പുണ്യത്തിൽ യൗസേപ്പ് പിതാവേ, ഞങ്ങളുടെ മക്കളെയും സഭയെയും ലോകം മുഴുവനെയും നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇനി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഈ യൗസേപ്പ് പിതാവിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിവേകം, ദൈവികമായ വിവേകം നിറയപ്പെടാൻ. പഴയ നിയമത്തിലെ ജോസഫിനെ ധ്യാനിക്കുക, കുരിശിൽ കിടക്കുന്ന ഈശോയെ ധ്യാനിക്കുക, യൗസേപ്പ് പിതാവിൻ്റെ സഹനങ്ങളെ, വേദനകളെ, അവിടെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ, എടുത്ത തീരുമാനങ്ങളെ എല്ലാം നമുക്ക് ധ്യാനിക്കാം.
ദൈവസ്നേഹത്തെ പ്രതിയും സഹോദര സ്നേഹത്തെ പ്രതിയും സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തീരുമാനങ്ങളെടുത്ത് ജീവിക്കുവാനും അതിനെ കൃപയാക്കി മാറ്റി അനുഗ്രഹമാക്കി മാറ്റുവാനും നമുക്കും ഇടയാകട്ടെ. ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈശോയുടെ തിരുസന്നിധിയിൽ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശുദ്ധ യൗസേപ്പിതാവെന്ന ദിവ്യമായ രഹസ്യത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഒത്തിരിയേറെ പുണ്യങ്ങളിലും സുഹൃതങ്ങളിലും ഞങ്ങളെയും വളർത്തുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിവേകമെന്ന പുണ്യത്തിൽ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് യൗസേപ്പിതാവിനെ അനുഗ്രഹിച്ച കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും ദൈവികമായ വിവേകം നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവേകം നഷ്ടപ്പെട്ടു പോയ മക്കള്, വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ലോകത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും കൂട്ടുകെട്ടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ദൈവമേ നിന്നെ മറന്ന്, ഈശോയെ അങ്ങയെ മറന്ന്, അങ്ങയിൽ നിന്ന് അകന്ന്, അങ്ങയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന മക്കള്, തീരുമാനങ്ങൾ വ്യക്തമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. വിവാഹത്തിൻ്റെ ജീവിതത്തിൽ വിവാഹമോചനത്തിന് നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ വിവേകമില്ലാതെ തീരുമാനമെടുത്ത് പടിയിറങ്ങിപ്പോയ ഒത്തിരിയേറെ മക്കള് ഇന്ന് അതിനുവേണ്ടി തീരുമാനിച്ചിരിക്കുന്ന മക്കള് തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി അപ്പനെയും അമ്മയുടെയും കണ്ണീര് വീഴ്ത്തി അനുസരണമില്ലാതെ സഭ വിട്ട് പാരമ്പര്യം വിട്ട് ലവ് ജിഹാദിനെയും മറ്റ് പൈശാചികമായ ബന്ധങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന മക്കള്, കർത്താവേ ദൈവികമായ വിവേകം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകണമേ. സഭയിലും പൗരോഹിത്യത്തിലും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് വിവേകമില്ലാതെ ലോകസുഖഭോഗങ്ങളിലും മദ്യപാനത്തിലും ലോകത്തിന്റെ ജഡികാസക്തിയിലും അടിമപ്പെട്ടു പോയ പൗരോഹിത്യങ്ങളും സന്യാസ ജീവിതങ്ങളും, കർത്താവേ വിവേകമില്ലാത്ത അവസ്ഥ, തീരുമാനങ്ങളിൽ യൗസേപ്പിതാവിനെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അങ്ങയോട് ചേർന്നിരുന്ന് ആലോചിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വലിയ വിവേകത്തോടെ തീരുമാനമെടുക്കാൻ ഇന്ന് സഭയ്ക്കിടയാകട്ടെ, അഭിഷിക്തർക്കും സന്യസ്തർക്കും ഇടയാകട്ടെ. കർത്താവേ വിവേകമെന്ന മൗലിക സുഹൃതം എല്ലാ മക്കളിലും നിറയ്ക്കണമേ. മാർപ്പാപ്പയെയും കർദിനാൾമാരെയും ബിഷപ്പുമാരെയും എല്ലാ പുരോഹിതരെയും എല്ലാ സന്യസ്തരെയും എല്ലാ കുടുംബനാഥന്മാരെയും കുടുംബനാഥമാരെയും എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൗസേപ്പിതാവിൻ്റെ ഏറ്റവും വിവേകമതിയായ യൗസേപ്പിതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം മധ്യസ്ഥ സംരക്ഷണത്തിൽ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വിവേകത്തിൻ്റെ ദൈവികമായ വരം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ പ്രശസ്ത സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിശുദ്ധ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തീഷ്ണമതിയായ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നായകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യൗസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യൗസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യൗസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യൗസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ഏറ്റവും അനുസരണയുള്ള യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ മഹത്വമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ സാന്ത്വനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിന്റെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തൻ്റെ കുടുംബത്തിന്റെ നാഥനാക്കി സകലത്തിൻ്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ പരിപാലനയിൽ വിശുദ്ധ യൗസേ പിതാവിനെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ഭർത്താവായി തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങനെ അങ്ങയുടെ വളർത്തു പിതാവായി യൗസേ പിതാവിനെ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യൗസേ പിതാവിനെ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി വിശുദ്ധ യൗസേ പിതാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. വിശുദ്ധ യൗസേ പിതാവിന്റെ ജീവിത മാതൃക പിഞ്ചെന്ന് വിശുദ്ധിയിലും വിവേകത്തിലും ജീവിക്കുവാനും ദൈവികമായ സുഹൃതങ്ങളിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ വരദാനത്തിന്റെ അഭിഷേകത്തില് വിവേകത്തോടെ തീരുമാനമെടുത്ത് ജീവിക്കുവാൻ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും, സഭയെയും, സഭാധികാരികളെയും, ലോകത്തെയും ലോകത്തിലെ എല്ലാ ഭരണകർത്താക്കളെയും അധികാരികളെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദിവ്യകാരുണ്യീശോയെ, വിവേകമെന്ന ദൈവിക സുഹൃതം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനിലും സഭാധികാരികളിലും എല്ലാ യുവമക്കളിലും കുഞ്ഞുമക്കളിലും പ്രത്യേകമാവിധം നിറയട്ടെ. ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളെടുക്കുമ്പോഴും ദൈവികമായ വിവേകത്തോടെ തീരുമാനമെടുത്ത് അങ്ങയുടെ തിരുസന്നിധിയിൽ എല്ലാം സമർപ്പിച്ച് ജീവിക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ എല്ലാ മക്കളെയും നിയോഗങ്ങളെയും ഈ വലിയ അഭിഷേകത്തിനു വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.